മരുന്നുക്ഷാമം നേരിടുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 100 മരുന്നുകൾ കൂടി എത്തിച്ചു. കാരുണ്യ ഫാർമസി വഴി മരുന്നുകൾ വിതരണം ചെയ്യും. 50 ഇനം മരുന്നുകൾ നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, ഇതോടുകൂടി എത്രയോ ദിവസങ്ങളായി തുടർന്ന പ്രതിസന്ധിക്ക് പരിഹാരമാകുമോ? അവിടെ ഡയാലിസിസ് രോഗികളായിരുന്നു ഏറെ കഷ്ടപ്പെട്ടത്. അവരുടെ ദുരിതത്തിന് അറുതിയാകുമോ ഈ 100 ഇന മരുന്നുകൾ അവിടെ എത്തുന്നതോടെ? വിജയകുമാർ, ഈ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ 100 ഇനം മരുന്നുകൾ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 50 ഇനം മരുന്നുകൾ എത്തിയിരുന്നു. ആശുപത്രി അധികൃതർ ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഈ 150 ഇനം അവശ്യ മരുന്നുകൾ ഒരു അടിയന്തര സാഹചര്യം എന്ന നിലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ഉറപ്പ് ആരോഗ്യമന്ത്രി നൽകിയത്. പക്ഷേ അത് ഒരു പൂർണ്ണമായ ഒരു പ്രശ്ന പരിഹാരമല്ല. കാരണം ഇത് അവശ്യ മരുന്നുകൾ മാത്രമാണ്. നേരത്തെ ഈ മരുന്ന് വിതരണം പൂർണ്ണമായും നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ വിതരണക്കാരുടെ സംഘടനകൾ എത്തിയിരുന്നു. അതിൽ പിന്നെയാണ് ഈ ഒരു പ്രശ്നം ഉടലെടുക്കുകയും ചെയ്തത്. കഴിഞ്ഞ 10 മുതലാണ് ഈ ഒരു സമരത്തിലേക്ക്, അല്ലെങ്കിൽ ഈ മരുന്ന് വിതരണം നിർത്തുന്ന ഒരു നടപടിയിലേക്ക് മരുന്ന് വിതരണക്കാർ എത്തിയത്. തുടർന്ന് ഈ വിജയകുമാർ ചോദിച്ചതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നിരുന്നു. അവർക്ക് ഈ ഫ്ലൂയിഡ് കിട്ടാനില്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഈ 100 ഇനം മരുന്നുകൾ കൂടി എത്തുമ്പോഴേക്ക് അതിനൊരു പരിഹാരം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ എല്ലാ വിഭാഗം രോഗികൾക്കുമുള്ള മരുന്ന് ഈ 150 ഇനം മരുന്നുകളിൽ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ എത്തിച്ച മരുന്നുകൾ കാരുണ്യ ഫാർമസി വഴി വിതരണം ചെയ്യുമെന്നാണ് നിലവിൽ ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുമുള്ളത്. ഏതായാലും ഇതിലൊരു പൂർണ്ണമായ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ മരുന്ന് വിതരണക്കാർ ഈ വിതരണം പുനരാരംഭിക്കേണ്ടതുണ്ട്. തങ്ങളുടെ കുടിശ്ശിക, അത് ഈ സെപ്റ്റംബർ വരെയുള്ള കുടിശ്ശികയെങ്കിലും തന്നു തീർത്താൽ തങ്ങളുടെ മരുന്ന് വിതരണം പുനരാരംഭിക്കുമെന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് മരുന്ന് വിതരണക്കാർ ഉള്ളത്. കഴിഞ്ഞ ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ ഏതായാലും ഒരു പ്രതീക്ഷിച്ച റിസൾട്ട് ഉണ്ടായില്ല. ഇനിയിപ്പോൾ ഏതായാലും കൂടുതൽ ചർച്ചകൾ നടത്തണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ശരി അഭിജിത്ത്, പറഞ്ഞതുപോലെ ആദ്യം ഒരു 50 ഇനം മരുന്നുകൾ എത്തിച്ചു. ഇപ്പോൾ 100 ഇനം മരുന്നുകൾ കൂടി എത്തിക്കുന്നു. അപ്പോഴും പ്രതിസന്ധി ഒഴിഞ്ഞിട്ടില്ല. അത് മരുന്നു വിതരണ നടത്തുന്ന ആളുകൾ, ആ സ്ഥാപനങ്ങൾ പൂർണ്ണമായും ആ ജോലി തുടങ്ങിയാൽ മാത്രമേ ആ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടൂ. അതിനുള്ള ചർച്ചകൾ നടക്കുന്നതേയുള്ളൂ. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകുന്നത്.